അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ഉമർ എന്ന് പറയുന്ന ഒരു മൗലവി, ഉമർ മൗലവി ഫൈസി എന്നൊക്കെയാണ് അവൻ പരിചയപ്പെടുത്തുന്നതെങ്കിലും ഫൈസി വിരുദ്ധം കിട്ടിയണോ ഇല്ല എന്നുള്ളതൊക്കെ ഇനിയിപ്പം ഫൈസി വിരുദ്ധം കിട്ടി, എന്നിട്ടിപ്പോൾ എന്ത് കാര്യമുള്ളത്? ഇൽമുണ്ടായിട്ട് കാര്യമില്ല, ഇൽമ നാഫിയാകണം. ഇയാളോരോ ചോദ്യങ്ങൾ ചോദിച്ചേക്കാണ്, നമ്മളെപ്പോലത്തവരോട് ചോദിക്കുകയാണ്. എന്താ പറയുക, റസൂലുള്ളാഹിക്ക് പരിചയമില്ല, സഹാബത്തിന് പരിചയമില്ല, സലഫുസാലിങ്ങൾക്ക് പരിചയമില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മൗലൂദ്, റാത്തീബ്, സലാത്ത് മജ്ലിസ്, ദിക്ർ മജ്ലിസ്, പ്രത്യേകിച്ച് ജാറത്തിനെ പറ്റിയാണ് അയാൾ ഭയങ്കരം വിമർശിക്കുന്നത്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജാറം ഇന്നും അവിടെ ഉണ്ട് എന്നുള്ളത് ഇയാൾ മനസ്സിലാക്കണില്ല. അത് മാത്രമല്ല, ചാവടിയന്ത്രം കഴിക്കുക. ഒരാൾ മരിച്ചാൽ കണ്ണ് കൊഴിഞ്ഞു പോകുന്ന അന്ന് കണ്ണോക്ക് നടത്തുക. കണ്ണ് കൊഴിഞ്ഞു പോകുക, വാപ്പാൻ്റെ ഉമ്മാൻ്റെയും കണ്ണ് കൊഴിഞ്ഞു പോകുകയാണ്, അപ്പോൾ അതാണ് കണ്ണോക്ക് നടത്തുകയെന്ന്. മഹാവിഡ്ഢിത്തരാണ് ഇയാൾ പറയുന്നത്. കണ്ണോക്ക് എന്നല്ല, കണ്ണ് കൊഴിഞ്ഞു പോകുന്ന ദിവസമൊന്നും അതിനർത്ഥമല്ല. അതൊക്കെ ഇയാളാണ്ട് സ്വയം മനഞ്ഞുണ്ടാക്കിയിട്ട് പറയാം. കണ്ണ് ഒഴുക്ക് എന്നാണ് പറയുക, കണ്ണ് തോർത്തി കൊടുക്കുക. താസിയത്ത് എന്നാണ് അതിന് പറയുക, കണ്ണ് ഒഴുക്ക് എന്ന്. കണ്ണൊഴുക്ക്, കണ്ണ് തോർത്തുക എന്നതിൻ്റെ അർത്ഥം. ഇതിനൊക്കെ പഠിക്കുക. ഇതൊക്കെ അറിയണമെങ്കിൽ അതിനെപ്പറ്റി അറിയുന്ന പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കണം. എന്നാൽ ചാവടിയന്ത്രം എന്ന്, ഈ ചാവടിയന്ത്രം എന്നല്ല ചത്താലുള്ള അടിയന്തരം. അപ്പോൾ ഇയാളെ വാപ്പൊക്കെ ചത്തു എന്നാണ് ഇയാൾ മനസ്സിലാക്കുന്നത്. ഇയാളെ വാപ്പൊക്കെ ചത്തു പോയി എന്നുള്ളതാണ്. അപ്പം ചാവടിയന്ത്രം കഴിച്ചിട്ടുണ്ടാവും ഇയാളൊക്കെ. എന്നാൽ ഇത്രക്കും മോശമായിട്ട് മയ്യത്തിനെ പോലും ഇവരെന്ത് ചെയ്യണില്ല, വെറുതെ വിടണില്ല. ചാകുക എന്നാണ് പറയുന്നത്, ചാവടിയന്ത്രം. ഹിന്ദുക്കൾ പോലും മരിക്കുക, മൗത്താകുക, കുഴിമാടെന്നൊക്കെ പറയിച്ചെങ്കിൽ ഇവരതല്ല പറയുന്നത്, ചാവടിയന്ത്രം കഴിക്കുക. അള്ളാൻ്റെ റസൂൽ പറഞ്ഞത്, ഖബറിനെ പറ്റി പറഞ്ഞത്, അൽ ഖബർ ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്നാണ്. ഒന്നിനിക്കൽ ഖബർ സ്വർഗ്ഗത്തോപ്പിൽ നിന്നുള്ള തോപ്പായിരിക്കും, അഹ്ഫറത്തും മിൻ ഫീനീർ, അല്ലെങ്കിൽ നരകുണ്ടിൽ നിന്നൊരു കുണ്ടായിരിക്കുന്നു. നമ്മളെ മാതാപിതാക്കൾ അവരൊക്കെ ഖബറുകളല്ല സ്വർഗ്ഗത്തോപ്പിൽ നിന്നൊരു തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. പിന്നെ ഇയാൾ പറയാണ് തെൽക്കീൻ ചൊല്ലി കൊടുക്കാൻ വേണ്ടി. ഇതൊക്കെ നിങ്ങൾ ചോദിക്കണം, മൂല്യന്മാരെ വിളിച്ചെടുത്ത് ചോദിക്കണം, ഇത് റസൂൽ ചെയ്തോണോ നബി ചെയ്തോണോ എന്ന് ചോദിക്കണം എന്നാണ് അപ്പോൾ ഇയാൾ പറയണത്. തെൽക്കീൻ ചൊല്ലി കൊടുക്കാൻ വേണ്ടി തലക്കുമ്പുറത്ത് ഇരിക്കുകയാണ്. കാരണം എന്താണെന്ന് അറിയാം, വിഡ്ഢിത്തരല്ലേ, ഇത്രയും കല്ലും മണ്ണൊക്കെ വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ മേലെന്ന് കേൾക്കും എന്ന് പറഞ്ഞു നടന്നിട്ട് അവിടെ നിന്ന് തെൽക്കീൻ ചൊല്ലി കൊടുക്കുക. അതൊക്കെ വിഡ്ഢിത്തരല്ലേ എന്ന്. എന്നാൽ ഖബറിങ്ങ ചെന്നാണ് സലാം പറയുന്നുണ്ട്, അത് വിഡ്ഢിത്തരല്ലേ എന്ന് അയാൾ പറയണ അയാൾക്ക് തന്നെ എന്തൊരു ഇതില്ല, വിഡ്ഢിത്തരല്ല എന്ന് ചോദിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഈ ഒരാൾ മറമാടി പോരുന്ന സമയത്ത് അവൻ്റെ ചെരുപ്പിൻ്റെ വാറിൻ്റെ ശബ്ദം വരെ കേൾക്കുന്നു. ഇപ്പോൾ മനസ്സിലാക്കിയത്, ഈ പറയണവൻ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ, ഇരിക്കണത് ഒന്നായി നിന്നാൽ കേൾക്കൂല, ഇരുന്നാലേ കേൾക്കുള്ളൂ എന്നുള്ള നിലക്കാണെന്ന. അതൊരു മയ്യത്തിന് മറമാടി ആ മയ്യത്തിൻ്റെ അടുത്ത് ആ മയ്യത്തിന് ഒരു വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുക, താലീമിൻ്റെ ഒരു സൂചനയാണ് ഇരിക്കണം. ഇനി നിന്നുകൊണ്ട് തെൽക്കും ഇരുന്നോളൊന്നുമില്ല. എന്നാൽ തസ്ബീത്ത് പേര് ചെല്ലുന്നുണ്ട്, അള്ളാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, അള്ളാഹുമ്മ. ഇങ്ങനെ റസൂൽ ചെല്ലിയണോ, സഹാബത്ത് ചെല്ലിയണോ, സലഫുസാരികൾ ചെയ്യണോ? ഇതൊന്നും ചെയ്തിട്ടില്ല. ഇവർക്ക് ചെയ്യണതിനൊന്നും എന്ത് ചെയ്യേണ്ട, അന്ന് റസൂൽ ചെയ്യേണ്ട. ഇപ്പോൾ ഇവരെന്തൊക്കെ നടത്തുന്നത്, സലഫി ഫെസ്റ്റ് നടത്തുന്നത്, റസൂൽ ചെയ്തോ, വലിയ സമ്മേളനം നടത്തുന്നത്, പാട്ടുപിരിവ് നടത്തുന്നത്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സഹാബക്കൾ ചെയ്തു. ഇത് ഇങ്ങോട്ട് മാത്രം ഈ കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നല്ലാതെ ഇവർക്ക് ഇതിനെപ്പറ്റി എന്തില്ല, ഒരു വിവരം ഒരു അന്തും ഇതൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങോട്ട് പറയാൻ ചോദ്യങ്ങൾ വെറുതെ ഇങ്ങനെ ചോദിക്കാം. ഇതൊക്കെ നമ്മൾ എന്താണെന്ന് അറിയാം, എന്നോ കേട്ടതാണ്. ഇതിനൊന്നും ഒരു അസലില്ല ചോദിക്കണേന്. അപ്പോൾ ഇത്ര മാത്രമേ അതിനെപ്പറ്റി പഠിക്കാൻ പറയാനുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നതിന് ആദ്യം തെളിവും അന്വേഷിച്ച് നടക്കി. ഞങ്ങൾക്ക് ഇതാണ്, ഞങ്ങൾ നല്ല കാര്യങ്ങളെന്നൊക്കെ വിചാരിക്കണമൊക്കെ ചെല്ലും. നമ്മൾ വെള്ളിയാഴ്ച രാവ് എന്താണ് ഈ 100 തെഹ്ലീൽ, ഈ 300 സലാത്ത്, ഇതൊക്കെ ചെല്ലണം. ഇതൊക്കെ നബി ഓരോ മൊത്തത്തിലൊരു കാര്യമാണ് പഠിപ്പിച്ചു. നബി എൻ്റെ മേലിൽ എപ്പോഴും സലാത്തില്ല. അപ്പം നമ്മൾ എന്താണ് സമയം നിർണ്ണയിച്ച് ചെയ്യണേ, ഇതൊന്നും പാടില്ല എന്നായി വിഡ്ഢികൾ പറയുന്നത് പോലെ. മയ്യത്ത് കൊണ്ടുപോകുമ്പം അള്ളാഹിൻ്റെ റസൂൽ ആരെങ്കിലും മുദ്രാവാക്യം വിളിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, ഈ തഹ്ലീൽ ചില മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സുക്കൂത്തോടു കൂടെ പോകണം എന്നാണ്. സുക്കൂത്തിന് അടക്കത്തോടു കൂടെ, മരണത്തിന് ഓർത്ത് മെല്ലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയുണ്ടോ, അല്ലാതെ ഉറക്കം അങ്ങനെയൊന്നും ആരും ചെല്ലലില്ല.
ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് സുന്നികളെ മേലെ വെച്ച് കെട്ടി കള്ളത്തരീക്കത്തോരെ മറ്റോട് ചെയ്യണതൊക്കെ സുന്നികളെ മേലെ വെച്ചിട്ടാണ്. ഇത്രേ ഇയാൾക്കൊക്കെ അന്തമുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ അയാൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ അയാളിലേക്ക് തന്നെയാണ് മടങ്ങണത് എന്ന് മാത്രം പറഞ്ഞു കൊടുത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.